എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബജീസിനെ എങ്ങനെ കുളിപ്പിക്കാം, അതിനെ കുളിപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതിനെ കുളിപ്പിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കിളികളെ കുളിപ്പിച്ചില്ലെങ്കിൽ അതിന് പ്രധാനമായിട്ടും ഉണ്ടാകാൻ ചാൻസുള്ള ഒരു പ്രോബ്ലമാണ് പെയിൻ ശല്യം. ഈ പെയിൻ ശല്യം ഒരുപാടായി കഴിയുന്ന കിളികൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പെയിൻ ശല്യം ഉണ്ടാകുമ്പോഴത്തേക്കും കിളികൾക്കൊക്കെ ഭയങ്കര അഫക്റ്റ് ചെയ്തിരിക്കും. അതുങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് കൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പെയിൻ ശല്യം ഒഴിവാക്കാനായിട്ട് നമ്മളിതിനെ കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളിതിനെ കുളിപ്പിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തൂവൽ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് തന്നെ ഇതിൻ്റെ തൂവലിങ്ങനെ വരച്ചെടുക്കും. അതിങ്ങനെ നമ്മളിങ്ങനെ കുളിപ്പിക്കാതെ അതിൻ്റെ ശരീരത്തിൽ ഒരുപാട് പൊടിയൊക്കെ അടിഞ്ഞു കൂടുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അവസാനം ഇതിൻ്റെ ശരീരത്തിൽ ഒരു തൂവൽ പോലും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിതിനെ കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഫെദറിൻ്റെ ഷൈനിങ് കൂടാനായിട്ട്, ഇപ്പോൾ നമ്മൾ ഫെയിലിനൊക്കെ ഇടുന്ന സമയത്ത് നല്ല ഷൈനിങ് ഉള്ള ഫെദറൊക്കെ ആണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് വാങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. അല്ല, അങ്ങനെയുള്ളതിനെ ആൾക്കാർ പെട്ടെന്ന് തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവത്തിന് ഇതിൻ്റെ ഭംഗിയൊക്കെ കൂടാനായിട്ട് നമ്മളിതിനെ കുളിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മരിക്കുന്നത് നല്ല ഈ ചൂടുള്ള സമയത്താണ് ഇത് കൂടുതലും ഈ കിളികളൊക്കെ മരിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിതിന് വെള്ളം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കുളിക്കാൻ വേണ്ടി. പിന്നെ മഴക്കാലത്തൊക്കെ നമ്മളങ്ങനെ വെച്ച് കൊടുക്കണമെന്നില്ല. പിന്നെ ആഴ്ചയിലൊക്കെ ഒരു വട്ടമൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. മഴക്കാലത്ത് നമ്മളിങ്ങനെ ഇതിന് ഡെയിലി ഒന്നും ഇങ്ങനെ കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല ചൂടുള്ള വേനൽക്കാലത്തൊക്കെ നമ്മളിതിന് ഡെയിലി കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കിളിയാണ്. പിന്നെ നമ്മളങ്ങനെ അതിനെ കുളിപ്പിച്ച് ശീലമില്ലാത്ത കിളികളൊക്കെ ആണെങ്കിൽ ഇത് ആദ്യമായിട്ട് കുളിക്കാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ വെള്ളം എടുത്ത് അതിനിങ്ങനെ സ്പ്രേ ചെയ്ത് കുളിപ്പിക്കാം. പക്ഷേ അതിനേക്കാളത്തൊക്കെ നല്ലത് ഇപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട്, അത്യാവശ്യം വലിയ രീതിയിലുള്ള പാത്രം തന്നെ എടുക്കണം. പാത്രം എടുത്തിട്ട് അതിലിങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഇപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട ഇപ്പോൾ വല്ല മല്ലിയിലയോ അല്ലെങ്കിൽ തുളസി ഇല, പനിക്കൂർക്ക. ഈ തുളസിയും പനിക്കൂർക്കൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് തുളസി ഇല അല്ലെങ്കിൽ കുറച്ച് പനിക്കൂർക്ക, ഞാൻ ഇതിനകത്ത് ഈ പനിക്കൂർക്ക ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ. ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് വെക്കുന്ന സമയത്ത് ഇതുങ്ങൾ ഈ ഫുഡ് കണ്ടുകൊണ്ട് ഈ വെള്ളത്തിലിറങ്ങും. ഈ വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് ഇതുങ്ങൾ തന്നെ അങ്ങനെ കുളിച്ചോളും. ഇത് ഒരെണ്ണം ഇറങ്ങി ഇങ്ങനെ കുളിക്കണ കണ്ടെന്നാൽ ബാക്കിയുള്ള കിളികളും ഇങ്ങനെ തുടരെ കുളിച്ചോളും. അങ്ങനെയല്ല ഇതായിക്കോളും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിളികൾ കുളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിൻ്റെ ഇലയിട്ടില്ലെങ്കിലും ചുമ്മാ വെള്ളം വെച്ച് കൊടുത്താലും അതുങ്ങൾ ഇറങ്ങി കുളിച്ചോളും. പിന്നെ നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ടൊക്കെയാണ് ബ്രീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കുളിക്കാൻ അറിയാവുന്ന കിളികളുടെ കൂട്ടത്തിൽ ഇതിനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുങ്ങൾ ചെയ്യുന്നത് കണ്ട് നോക്കി പഠിച്ച് അതുങ്ങളും കുളിക്കാൻ തുടങ്ങിക്കോളും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കിളികളെ കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ അതിനെ ഡെയിലി കുളിപ്പിക്കാൻ നോക്കുക. പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുളിപ്പിക്കുക. പിന്നെ ഇതുകൊണ്ട് അതിൻ്റെ ഫെദറിൻ്റെ ഈ കളറൊക്കെ അതിൻ്റെ ഷൈനിങ് ഒക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ കുളിപ്പിക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അതൊരുമാതിരി മങ്ങിയ പോലെയൊക്കെ ആയിരിക്കും. അതിനേക്കകത്തൊക്കെ നല്ല ഷൈനിങ് ആയിരിക്കും നമ്മളിതിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇങ്ങനെ കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കിളികൾക്ക് കിട്ടുന്നത്. പിന്നെ വേനൽക്കാലത്തൊക്കെ കിളികളുടെ ഹാച്ചിങ് റേറ്റൊക്കെ കൂടാൻ വേണ്ടി നമ്മളിങ്ങനെ കിളികളെ കുളിപ്പിക്കുന്നത് നമ്മളൊത്തിരി സഹായിക്കും. പിന്നെ വേനൽക്കാലത്തെ മരണമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും കുളിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തുന്ന. അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ നമ്മളിങ്ങനെ കിളീനെ കുളിപ്പിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.